ഹലോ, നമസ്കാരം. കേരള കോളിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ മുൻഷണിത്താണ്. കാട്ടാക്കടയിൽ നിന്ന് മലയങ്കീഴിലേക്ക് പോകുന്ന വഴി പൊട്ടൻകാവ് എന്ന് പറയുന്ന അവിടെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന് സമീപം ഒരു തട്ടുകട, ചായ കടി, ചായ വട എന്നൊക്കെ ബോർഡ് വെച്ചിട്ട് സാധാരണ കാണത്തില്ല, അതുപോലൊരു കട. പക്ഷേ ഏത് നേരവും ഇവിടെ നല്ല തിരക്കാണ്. ആളുകൾ വരുന്നു, ചായ കുടിക്കുന്നു, കടിയെടുക്കുന്നു, കാശ് കൊടുക്കുന്നു, പോകുന്നു. എന്നാൽ പിന്നെ അവിടുത്തെ ചായയുടെയും അവിടുത്തെ തിരക്കിൻ്റെയും രഹസ്യമൊന്നറിയാം, ചായ ഒന്ന് രുചിക്കാമെന്ന് കരുതി ഞാൻ പതുക്കെ വണ്ടി നിർത്തി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം. റോഡ് ക്രോസ് ചെയ്ത് കടയിൽ മാത്രമല്ല റോഡിലൊക്കെ നല്ല തിരക്കുമാണ്, സൂക്ഷിച്ച് ഇറങ്ങേണ്ടതുണ്ട്. അതൊക്കെ അവിടെ ചെന്ന് ആളുകളെയൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റി ഞാൻ ആ ചായ അടിക്കാരനോട് പറഞ്ഞു 2 ചായ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ലെന്ന് തോന്നുന്നു, കാരണം അദ്ദേഹം ചായ അടിക്കുന്ന തിരക്കിലാണ്. പിന്നെ ഒന്നുകൂടെ ഞാൻ മുമ്പിലേക്ക് തള്ളി നിന്ന് അദ്ദേഹം ചായ അടിക്കുന്നത് കാണുകയും ചെയ്യാം, എൻ്റെ ചായയുടെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ ദൂരെ നിന്ന് വരുന്നു, കടിയെടുക്കുന്നു, കടിക്കുന്നു, കാശ് കൊടുക്കുന്നു, പോകുന്നു. ഒരുപാട് ആളുകൾ, ഏത് സമയത്തും ഒരുപാട് ആളുകൾ. അവിടെ വട ഉണ്ടാക്കാൻ ആളുണ്ട്. സമയം കിട്ടി, ഞാൻ ചായയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം എനിക്കുള്ള ചായയാണ് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് തന്നെ നോക്കിയിരുന്നു, ആടി. ഞാൻ വീശിയടിക്കുന്ന ഇതിനിടയിൽ ഒരു പരിചയക്കാരൻ ചായ കുടിക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ചായ വാങ്ങിച്ചു. ഈ ചായ ഒന്ന് കുടിക്കാം, ഒപ്പം എന്തുണ്ട് കടിക്കാൻ. ഞാൻ പതുക്കെ കടിപ്പലഹാരങ്ങളുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോദകം ഇരിക്കുന്നു, അതായത് സുഖിയൻ. ഒരെണ്ണം എടുത്തു. ഇനി അതും ഇതും കൂടെ ആയിട്ട് ഒരു പിടി പിടിക്കാം. ഇവിടുത്തെ ഈ തിരക്കും ബഹളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തോ ഇവിടെ പ്രത്യേകത ഉണ്ടെന്ന്. ഇതിനിടയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് ചിലർ മനസ്സിലാക്കി, ചില കമൻറ്റുകളൊക്കെ പറഞ്ഞു തുടങ്ങി. ചായ വേണ്ടാന്ന് പറഞ്ഞ സുഹൃത്ത് എൻ്റെ കയ്യിൽ നിന്ന് ആ കടി അങ്ങ് വാങ്ങിച്ചെടുത്തു. പിന്നെ വിചാരിച്ചിരിക്കട്ടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവിടുത്തെ തെല്ലും തിരക്കും ഒക്കെ കണ്ട് ഇനി 1-2 കാര്യങ്ങളിവിടെ ചോദിച്ചറിയാനുണ്ട്. ഇവിടെ എന്താണ് ഈ തിരക്ക് വരാനുള്ള കാരണം? അത് നമുക്ക് ഇവരോട് ആരോടെങ്കിലും തന്നെ ചോദിച്ചറിയണം, ഒന്നുകിൽ മുതലാളിമാരോട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട്. അതിനുള്ള ശ്രമമായി. പിന്നെ അതിനിടയിൽ അവിടെ നല്ല ചൂട് വാഴയ്ക്കപ്പം തിളച്ച എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന കാഴ്ച കണ്ട് അതും കൂടെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു. നല്ല മുരുമുരാന്നുള്ള വാഴയ്ക്കപ്പം അദ്ദേഹം കോരിയെടുക്കുന്നു. അദ്ദേഹം നമ്മുടെ കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയില്ല, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധ. കണ്ടോ, ഞാൻ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു. പക്ഷേ ഒരു കാര്യമില്ല, ഒരു മറുപടിയില്ല. തിളച്ച എണ്ണയിൽ നിന്ന് വാരി എടുക്കുന്നത് മാത്രമാണ് ശ്രദ്ധ. ഞാൻ എളിപ്യനായി മടങ്ങി. ചായ കുടിക്കാറുണ്ടോ? ചായ ഫേമസ് ആണ്. ചായ കടിയൊക്കെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇവിടെ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് കഴിക്കാറുള്ളത്. ആ റൂട്ട് പ്ലാൻ ചെയ്യുമ്പോഴേ ഇവിടെ ചായ കുടിക്കണം പ്ലാൻ ചെയ്തിട്ടാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ ആയാലും കടിയായാലും നല്ല തിരക്കുണ്ടല്ലോ. അച്ഛൻ കഥാപാത്രം അല്ലേ? എനിക്ക് ഡൗട്ടുണ്ടോ? നല്ല തിരക്കാണല്ലോ. നല്ല കച്ചവടം, ഭയങ്കര കച്ചവടം. പറഞ്ഞാൽ ദൂരെ നിന്നൊക്കെ ആളുകൾ വരും അല്ലേ? ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് വണ്ടി വാഹനമായിട്ട് പോകുന്നവരൊക്കെ ഒന്ന് വണ്ടിയിലൊക്കെ പോകും. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഇപ്പം ഷൂട്ടിങ്ങിന് ഇവിടെ വന്നതാണ്. പേട്ടയില്ല. ശരിക്കും സ്ഥലം സ്ഥലമാണ്. നാട് കരുനാപ്പള്ളിയാണ്, എറണാകുളത്താണ്. സുധീഷിനൊന്ന് പിടിച്ചു ചോദിക്കാം, എന്നും വന്ന് കുടിക്കാറുണ്ടോ? ഇവിടെ എന്നും വന്ന് ചായ കുടിക്കാറുണ്ടോ? വല്ലപ്പോഴൊക്കെ.
ഇടയ്ക്ക് തിരക്കിനിടയിൽ വന്ന് ചായ കുടിക്കുന്ന ഒരു സുഖമാണ്. സൗകര്യമുണ്ട്. എന്നും പാഴ്സലും വാങ്ങിച്ചോണ്ട് പോകും. വാസലും വല്ലപ്പോഴും വാങ്ങും. ഞങ്ങൾ 3-ാം വർഷം. അടുത്ത മകരമാകുമ്പോൾ 3 ദിവസം. മകരം 1-ാം തീയതിയാണ് തുടങ്ങിയത്. എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് കച്ചവടം? കച്ചവടം നമ്മൾ 11 മണി മുതൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം ഒരു 8:30 മണി. 8:30 ലൈവ് എന്ന് പറഞ്ഞാൽ 4 to 8. 4 to 8 എപ്പോഴും നല്ല സജീവമാണ്. രാവിലെ പക്ഷേ 11 മണിവരുണ്ട്. കട 8 മണിക്ക് തുറക്കും. പക്ഷേ ഇതൊക്കെ ആയി വരാൻ 11 മണിയാണ്. അന്നുള്ള സാധനം അന്നും തന്നെ എണ്ണ ഉൾപ്പെടെ അന്നുള്ള പിറ്റുന്നാണല്ലോ ഉപയോഗിക്കും. പക്ഷേ ഞങ്ങൾ 20 പേര് നടത്തുന്ന സ്ഥാപനമുണ്ട്. 20 പേരുണ്ട്. 20 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 20 പേരും കഴിക്കുകയാണ്. മനസ്സിലായില്ലേ? മോശം സാധനം ഒന്നും നമ്മളുടെ ഇല്ല. നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി. ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇതുവഴി പാസ് ചെയ്യുമ്പോഴെല്ലാം തിരക്ക്. ഇതെല്ലാം കഴിച്ചിട്ട് വന്നിറങ്ങുന്ന ആളാണ്. ഇത് റെഡിമെയ്ഡ് ഒന്നുമില്ല. ഏതാ ഇനി പറഞ്ഞ പേരുണ്ടെന്ന് കടയ്ക്ക് പേരുണ്ടോ? കുട്ടങ്കാവ് ദേവി. കുട്ടങ്കാവ് ദേവി. 3 പരിപ്പോട്. തന്നെയാണ് ഇവിടുത്തെ കടയിൽ തിരക്കിൻ്റെ രഹസ്യം. അത്രയേ ഉള്ളൂ. ഇതുപോലെ എന്തെല്ലാം കാണാൻ കിടക്കും. എവിടെ താമസിക്കുന്നത്? ഞാൻ എറണാകുളത്താണ്. ഇതുവഴി വരാറുണ്ട് എപ്പോഴും. അപ്പോൾ നമ്മൾ ചായം കുടിച്ചു എൻ്റെ കാറ്റും കൊടുക്കും. നമ്മൾ അടുത്ത സ്ഥലം തിരക്കി പോകും. നമ്മുടെ വൈകുന്നേരത്തെ ഒരു ക്ഷീണം മാറേണ്ടത് ഏത് സമയത്ത് വന്നാലും ഇവിടെ നല്ല തിരക്കാണ്. ആ തിരക്കുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് കയറിയത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. സന്ധ്യാവുന്നതിന് മുമ്പ് ഒരു 2 എപ്പിസോഡും കൂടെ എടുത്തേക്ക്.